സിനിമയെ സിനിമയായി തന്നെ കാണണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അതേസമയം ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും അത്തരം സിനിമകളെ ജനങ്ങൾ തള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. എമ്പുരാൻ സിനിമ ഇനി താൻ കാണില്ലെന്നും താല്പര്യമുള്ളവർക്ക് കാണാമെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ലൂസിഫർ കണ്ട് ആസ്വദിച്ച പ്രേക്ഷകൻ എന്ന നിലയിലാണ് എമ്പുരാൻ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്നാൽ സിനിമ കണ്ട ആളുകളിൽ ചിലർ അതിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ സിനിമയിലെ ചില രംഗങ്ങൾ വെട്ടിമാറ്റുന്നതായി പ്രൊഡ്യൂസർ തന്നെ വ്യക്തമാക്കി. അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇനി എമ്പുരാൻ കാണാനില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. അതേസമയം സിനിമയെ സിനിമയായി തന്നെ കാണണമെന്നുള്ള ബി.ജെ.പിയുടെ നിലപാടിൽ മാറ്റമില്ല. എന്നാൽ ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമകൾക്ക് നിലനിൽപ്പുണ്ടാവില്ലെന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ അന്ന് പറഞ്ഞു, എം.ടി. രമേശ് ജി പിന്നെയും പറഞ്ഞു, ഞാൻ ഇന്നും പറയുന്നു, സിനിമയെ സിനിമയായിട്ട് കാണണം. സിനിമ ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നടന്നാൽ ആ സിനിമ പൊളിയും. അതൊരു നാച്ചുറൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ, ഇനി എനിക്ക് കാണാനൊരു ആഗ്രഹമില്ല. അതെൻ്റെ പേഴ്സണൽ വ്യൂ. കാണുന്ന ആൾക്കാർക്ക് കാണണം. അത് ഞാൻ കാണാൻ പോകുന്നില്ല. സിനിമയെ ചരിത്രമായി കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ക്രിയാത്മക ചിന്തയിൽ ഉദിക്കുന്നതാണ് സിനിമാ കഥകളെന്നും അല്ലാത്ത സിനിമകൾ വിജയമാകില്ലെന്നും സൂചിപ്പിച്ചു. സിനിമയെ ചരിത്രമായിട്ട് കാണരുത്. ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷനുള്ള ഒരു ഫീൽഡാണല്ലോ, മേഖലയാണല്ലോ സിനിമ. അത് മീഡിയ അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ അങ്ങനെയാണ്. അപ്പോൾ സിനിമാ കഥയിൽ ആരെങ്കിലും എന്തെങ്കിലും ഡിസ്റ്റോർട്ട് ചെയ്ത് എന്തെങ്കിലും മുമ്പോട്ട് വെച്ച എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അത് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, ഡൂം ടു ഫെയിൽ ആണ്. ജനങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എമ്പുരാനിൽ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ കുത്തിനിറച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ എമ്പുരാൻ അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും താൻ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ എല്ലാ ഇഷ്യൂസിനെ പറ്റിയും ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് എമ്പുരാൻ മുതൽ ആശാ വർക്കേഴ്സ് മുതൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് തരാത്ത കാശോ തന്ന കാശോ, ബട്ട് നമുക്ക് ഇതും ഡിബേറ്റ് ചെയ്യണം. 9 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്കം, എന്ത് ചെയ്തു, അതും നമുക്ക് ചോദിക്കണ്ടേ. ഞാൻ മറ്റേതെല്ലാം ആൻസർ ചെയ്യാൻ തയ്യാറാണ്. ബട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ്, ഇതും ചോദിക്കാൻ തുടങ്ങണം. എല്ലാം ഒരു പൊളിറ്റിക്കൽ ഫുട്ബോളും ഒരു ന്യൂസ് ക്ലിക്ക് ബേറ്റും ചെയ്ത് അത് വിട്ടാൽ പോരാ. അതിൻ്റെ സഫറിങ് അല്ലേ നമ്മൾ കുട്ടികളെല്ലാം സഫർ ചെയ്യുന്നത്. രാജ്യമൊന്നാകെ വികസിക്കുമ്പോൾ കേരളത്തിന് മാത്രം അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ലെന്നും ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി.